എനിക്ക് വേണ്ട മോള്. എന്താ ചേച്ചി? നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ കുടിക്കാനും പോകുന്നില്ല. അങ്ങനെ ഒരു തീരുമാനം എടുത്താ പിന്നെ എനിക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓപ്പറേഷന് മുന്നേ എനിക്ക് എൻ്റെ മോളെ ഒന്ന് കാണണം ശാലിനി. ഇല്ലെങ്കിൽ ഓപ്പറേഷന് ഞാൻ സമ്മതിക്കില്ല. ദേ, ഈ നിസാര കാര്യത്തിനൊന്നും ഇങ്ങനെ വാശി പിടിക്കല്ലേ. മോളെ നമുക്ക് നാളെ രാവിലെ തന്നെ കാണാം. അപ്പോ രാവിലെ കൊണ്ടുവരുമോ? ശാന്തേച്ചിയോട് പറയാം രാവിലെ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരാൻ. അവൾക്ക് നല്ലൊരു ഉടുപ്പും കൂടി എടുക്കണം ശാലിനി. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അവളുടെ ഉടുപ്പ് കൊണ്ട് അലമാരയുടെ ഒരു ഭാഗം തന്നെ നിറഞ്ഞിട്ടുണ്ട്. അവളെ ഗർഭിണിയായിരിക്കുമ്പോ മനസ്സിൽ കണ്ടൊരു ഉടുപ്പാ. ഈ തോളിലൊക്കെ ഞൊറിവൊക്കെ വെച്ചിട്ടുള്ള നല്ല ഗോൾഡൻ കളറിലുള്ള ഒരു ഉടുപ്പ്. അതിട്ട് അവളെ ഒന്ന് കാണണമെന്നൊരാഗ്രഹം. അതിനെന്താ, അത് നമുക്ക് നാളെ റെഡിയാക്കി എടുക്കാം. ശാലിനി. ആ, ശിവനോ? വരൂ. ഞാൻ വീട്ടിൽ ചെന്നപ്പോ ശാലിനി അവിടെ കണ്ടില്ല. നാളെ ഓപ്പറേഷൻ ആണല്ലോ, ഒരു സഹായമായിക്കോട്ടെ എന്ന് കരുതി ഞാനിങ്ങ് പോന്നു. ഒരു ടെൻഷനും വേണ്ട, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഞാൻ പുറത്തുണ്ടാവും. ദേ, ചേച്ചി സുഖമായിട്ട് ഉറങ്ങിക്കോ. മോളെ ഞാൻ രാവിലെ കൊണ്ടുവന്ന് കാണിക്കാം, ഉറപ്പായിട്ടും. അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അച്ഛനും വേലായുധേട്ടനും കൂടി എന്തൊക്കെയോ സംസാരിക്കുന്നത് ഞാൻ കണ്ടതാണെന്നേ. പക്ഷേ അതിങ്ങനൊരു കാര്യം ചെയ്യാനാണെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടത്തിലാണ് എൻ്റെ അച്ഛനൊക്കെ. അതിനുശേഷമുള്ള വരും വരായികളൊന്നും ചിന്തിക്കേയില്ല. അല്ല, ശിവൻ പോകുന്നില്ലെങ്കിൽ ഇന്നിപ്പോ എവിടെയാ കിടക്കുന്നത്? ഞാൻ ആ റിസപ്ഷന്റെ ഭാഗത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, അല്ലെങ്കിൽ വണ്ടിയില്. എന്താവശ്യം ഉണ്ടെങ്കിലും വിളിച്ചാൽ മതി. വലിയ ഉറക്കത്തിലേക്കൊന്നും പോവില്ല. പിന്നെ കാപ്പിയോ ചായ മറ്റോ ഇപ്പൊ വല്ല വേണോ? ഏയ്, ഒന്നും വേണ്ട. അല്ല, ഞാൻ അതിനൊക്കെ വേണ്ടിയാ ഇവിടെ നിൽക്കുന്നത്. അതൊന്ന് ഓർത്താ മതി. ഞാൻ ഓർത്തോളാം. ശരി.